ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാന നേതാക്കൾക്കൊപ്പം എത്തിയാണ് അദ്ദേഹം പത്രികാ സമർപ്പണം നടത്തിയത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായവും സംസ്ഥാന നേതൃത്വത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചതായി മുതിർന്ന നേതാവ് വി മുരളീധരൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ കൃത്യതയോടെ ബി.ജെ.പിയെ നയിക്കുമെന്ന് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനും പറഞ്ഞു. ആദ്യം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണത്തിലേക്ക്. നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മുൻപാകെ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. ഇപ്പോൾ 2 മണിക്കും 3 മണിക്കും ഇടയിൽ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കളും നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും നിർദ്ദേശത്തോടു കൂടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രികയായിരിക്കും. ശാലിനി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, ആദ്യം ഇന്ന് ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം മുതൽ സംഭവിച്ചത് എന്തൊക്കെ? അനു, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് നിർണായകമായിട്ടുള്ള കോർ കമ്മിറ്റി യോഗം തലസ്ഥാനത്ത് ചേർന്നത്. സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് കാര്യങ്ങളായിരുന്നു പ്രധാനപ്പെട്ട അജണ്ടയായി വരികയും ചെയ്തത്. ഇന്നലെയാണ് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരണാധികാരിയുടെ വിജ്ഞാപനം പുറത്തു വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നൽകുകയും ചെയ്തത്. ഇതിന് മുന്നോടിയായിട്ടാണ് കോർ കമ്മിറ്റി യോഗം തലസ്ഥാനത്ത് രാവിലെ 11 മണിക്ക് ആരംഭിച്ച കോർ കമ്മിറ്റി യോഗത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുതിർന്ന നേതാക്കന്മാർ എം ടി രമേശ്, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ, സംസ്ഥാന നേതാക്കന്മാർ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്കും എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏകകണ്ഠേന ഈ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര്, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഏകകണ്ഠേന മുന്നോട്ട് വരികയായിരുന്നു. നാമനിർദ്ദേശ പത്രിക നൽകാൻ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് രാജീവ് ചന്ദ്രശേഖറിനോട് പറയുകയും സംസ്ഥാന നേതാക്കന്മാരുടെ ഒപ്പുവെക്കലോടുകൂടി ഔദ്യോഗികമായി തീരുമാനമെടുക്കുകയും ഇന്ന് 2:30 ബി.ജെ.പിയുടെ സംസ്ഥാന ഓഫീസിൽ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. 4 മണിയോടുകൂടിയാണ് സൂക്ഷ്മ പരിശോധന നടപടികൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. നാളെ രാവിലെ 11 മണിയോടുകൂടി ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം കൂടി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന്, സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഇനി വരാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും കാത്തിരുന്ന ഒരു പ്രഖ്യാപനം, കാത്തിരുന്ന ഒരു ക്ലൈമാക്സിലേക്ക് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെ എത്തുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ. ഒപ്പം തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലാ അധ്യക്ഷന്മാരെ 30 ജില്ലാ അധ്യക്ഷന്മാരെ കൂടി തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഒപ്പം തന്നെ അവർ ചുമതലയേറ്റ് നടപടികളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഏകോപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കൂടി തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സൂക്ഷ്മ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുശേഷം ഔദ്യോഗികമായി നാളെ രാവിലെയോടുകൂടി സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്നതിന് ശേഷം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രഖ്യാപിക്കുകയും ചെയ്യും. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അടക്കമുള്ളവരെ ഒരു യോഗത്തിൽ ഉണ്ടാകും. അദ്ദേഹമായിരിക്കും ഈ ഒരു പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അപരാജിത മുഖർജി അടക്കമുള്ളവർ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കേരള സഹപ്രഭാരി കൂടി യോഗത്തിൽ പങ്കെടുത്തു. പ്രകാശ് ജാവദേക്കർ അടക്കമുള്ളവരും യോഗത്തിൽ നിർണായകമായിട്ടുള്ള പങ്കെടുക്കൽ സാന്നിധ്യമൊക്കെ ആവുകയും ചെയ്തിട്ടുള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് ബി.ജെ.പിയെ നയിക്കാൻ കരുത്തുറ്റൊരു നേതാവിനെ തന്നെ സംസ്ഥാന നേതൃത്വം തിരഞ്ഞെടുക്കുകയും അത് ഔദ്യോഗികമായി നാളെ പ്രഖ്യാപിക്കാൻ പോവുകയും ചെയ്യുന്നു. എന്നാലും 20 വർഷത്തെ കരുത്ത്, ഒപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിലെ പ്രവർത്തന പരിചയം, സമ്പത്തൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ അമരക്കാരനായി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം സ്ഥാനാർത്ഥിയായി കേരളത്തിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന അതേ ആവേശം തന്നെയാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമ്പോഴും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ആ ഒരു യുവാക്കളെയും എല്ലാ പ്രായത്തിലുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാൻ രാജീവ് ചന്ദ്രശേഖറിനാക്കും എന്നുള്ളതാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അത്തരത്തിൽ തന്നെ ഒരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. കാരണം രാഷ്ട്രീയമായും, ഒപ്പം തന്നെ തൊഴിൽ മേഖലയിലാണെങ്കിലും വ്യവസായ രംഗത്തൊക്കെ ആണെങ്കിലും ബിസിനസ് മേഖലയിലൊക്കെ ആണെങ്കിലും കരുത്തുറ്റൊരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. എല്ലാ മേഖലയിലും പ്രവൃത്തി പരിചയം അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ പുത്തൻ സാങ്കേതിക വിദ്യ, ഒപ്പം തന്നെ
പുത്തൻ മേഖലകളിൽ ഏത് രീതിയിൽ പ്രവർത്തന മികവ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലൊരാളും ഒപ്പം തന്നെ മോദി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാനും മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലേക്ക് നടപ്പിലാക്കാനും രാജീവ് ചന്ദ്രശേഖറിലൂടെ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം സംസ്ഥാന അധ്യക്ഷനും നേതൃത്വത്തിനുമുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അണികളും ഉള്ളത്. എന്തായാലും ഇനി കാത്തിരിക്കുകയാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നാളെ രാവിലെ 11 മണിയോടുകൂടിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി. ശാലിനി തുടരുക. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവും ഒന്ന് വേഗത്തിൽ പരിശോധിച്ചു വരാം. വ്യോമസേന ഉദ്യോഗസ്ഥനായ MK ചന്ദ്രശേഖറിന്റെയും വല്ലി ചന്ദ്രശേഖറിന്റെയും മകനായി 1964 അഹമ്മദാബാദിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ജനനം. തൃശൂർ ദേശമംഗലം സ്വദേശികളാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. തൃശൂരിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് രാജീവ് തുടർ പഠനത്തിനായി ബംഗളൂരുവിലേക്ക് പോകുന്നത്. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ഷിക്കാഗോ ഇലിനോയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം കരസ്ഥമാക്കി. സ്വന്തം പിതാവിനെ പോലെ പൈലറ്റ് ആകാനായിരുന്നു അദ്ദേഹം ആദ്യം ആഗ്രഹിച്ചത്. പക്ഷെ പിന്നീടാണ് അദ്ദേഹം സംരംഭകൻ എന്ന റോളിലേക്ക് എത്തുന്നതും. 1994 BPL മൊബൈൽ സ്ഥാപിച്ചതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ജീവിതത്തിലെ ബിസിനസ് കരിയറിലെ ഏറ്റവും വലിയ മാറ്റം. 2005 BPL കമ്മ്യൂണിക്കേഷൻ്റെ 64% ഓഹരി SR ഗ്രൂപ്പിന് വിറ്റത് 8,214 കോടി രൂപയ്ക്ക്. അങ്ങനെ സംരംഭകൻ എന്ന നിലയിൽ അദ്ദേഹം പിന്നീട് വെന്നിക്കൊടി പാറിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ടായത്. 2006 മുതൽ 2018 വരെ തുടർച്ചയായി 2 തവണ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായി രാജീവ് ചന്ദ്രശേഖർ മികച്ച പാർലമെന്റേറിയനായി. അദ്ദേഹം 2007 പ്രതിപക്ഷ MP ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു നീക്കം അന്നുണ്ടായി. ഒരു പക്ഷേ രാഷ്ട്രീയ പ്രതിയോഗികളെ ആകെ അമ്പരപ്പിലാക്കി. വായടപ്പിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നീക്കം. കാരണം 2G സ്പെക്ട്രം അഴിമതി, രാജ്യത്തെ ആകെ ഉലച്ച 2G സ്പെക്ട്രം അഴിമതിയെക്കുറിച്ച് പാർലമെന്റിൽ ആദ്യം ശബ്ദമുയർത്തിയത് അദ്ദേഹമായിരുന്നു, ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു എന്നതും ഈ ഒരു അവസരത്തിൽ ഓർത്തെടുക്കേണ്ടതാണ്. സ്പെക്ട്രം ലേല മാഫിയയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ 3G ലേല നടപടികൾ സുതാര്യമായി നടന്നതിന് പിന്നിലും രാജീവ് ചന്ദ്രശേഖർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ എന്ന വ്യക്തിയുടെ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശാലിനി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഒടുവിൽ നമ്മുടെ മുമ്പിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ആളിനും അറിയാം. അതിനുശേഷം അദ്ദേഹം 2ാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായി. അതിനുശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നതും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി BJP അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നു. ആ ചെറിയ കാലയളവിൽ പോലും മണ്ഡലത്തിലുടനീളം നടന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും നേരിൽ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വികസന വാഗ്ദാനങ്ങൾ നൽകിയ അദ്ദേഹം കരുത്തുറ്റ ഒരു പോരാളിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മാറുകയുണ്ടായി. ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ലോക്സഭാ വോട്ടെടുപ്പിൻ്റെ സമയത്തിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയം സുനിശ്ചിതമെന്ന് വിചാരിച്ച നിരവധി മുഹൂർത്തങ്ങൾ കടന്നുപോയി. അതിനുശേഷവും ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം സജീവമായി തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലും കേരളത്തിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. അനു, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം വികസന രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്താണെങ്കിലും മറ്റ് അക്കാഡമിക് രംഗത്താണെങ്കിലും അദ്ദേഹത്തിനെ പോലൊരു കരുത്തുറ്റ നേതാവ്, ഒപ്പം തന്നെ മോദി മന്ത്രിസഭയിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രകടനങ്ങൾ, ഇതൊക്കെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ അതുകൂടി മുതൽക്കൂട്ടാകും സംസ്ഥാനത്തിന് എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഓരോരുത്തരെയും എങ്ങനെ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു പ്രവർത്തനം എങ്ങനെ ഏകോപിപ്പിക്കാം എന്നുള്ള എല്ലാ രീതിയിലുള്ള മേഖലയിലും പ്രാവീണ്യം തെളിയിച്ചൊരു വ്യക്തി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. സ്വാഭാവികമായും അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഈ അനുഭവ പരിചയമെല്ലാം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് പ്രകടമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ സംസ്ഥാന നേതാക്കന്മാർ പങ്കുവെക്കുന്നുണ്ട്, ഒപ്പം സാധാരണ അണികൾ പങ്കുവെക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുൻപിലേക്ക് വരുന്ന വലിയ 2 വെല്ലുവിളികൾ എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിന് പാർട്ടി അണികളെ ശക്തരാക്കുക, ഒപ്പം തന്നെ നിലവിൽ ഉണ്ടായിട്ടുള്ള സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ സീറ്റുകൾ പിടിച്ച് ഭരണം നിലനിർത്തുക, പല നഗരസഭ ും ഒപ്പം തന്നെ വിജയം കൈവരിക്കുക, BJPക്ക് വലിയൊരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുക. നിലവിലെ സാഹചര്യത്തിൽ വോട്ട് ഷെയർ കഴിഞ്ഞ 10 വർഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ BJP 10 വർഷത്തിനിടയിൽ വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ലോക്സഭാ മണ്ഡലങ്ങളാണെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിലാണെങ്കിലും വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ പലയിടത്തും മുഖ്യ പ്രതിപക്ഷമായി പാർട്ടി നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഒപ്പം ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ പല ക്രൈസ്തവ സമൂഹങ്ങളെയും BJPയോട് അടുപ്പിച്ച് ചേർത്ത് നിർത്താൻ സംസ്ഥാന അധ്യക്ഷന് കഴിഞ്ഞിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ
ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ കൈകളിലേക്കാണ്, അദ്ദേഹത്തിന്റെ ചുമരിലേക്കാണ് എത്തുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളും നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഓരോ പ്രശ്നങ്ങളും സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ, ലഹരിക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ, അങ്ങനെ വിവിധ തലത്തിലുള്ള പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയത്വം പ്രാപിക്കുമ്പോൾ അതിനെതിരായി അതിന് ശബ്ദമുയർത്താനായി BJPക്ക് കഴിയണം. ഒരു മുഖ്യ പ്രതിപക്ഷമായി BJP സംസ്ഥാനത്ത് വളർത്തുക, ഒപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും A ക്ലാസ് മണ്ഡലങ്ങളിൽ സീറ്റ് ഉറപ്പിക്കുക. ആ സീറ്റ് ഉറപ്പിക്കുക മാത്രമല്ല ആ സീറ്റിൽ വിജയം കൈവരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിന്റെ ചുമതലയിലേക്ക് എത്തുന്നുണ്ട്. അതൊക്കെ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകരും അദ്ദേഹത്തിനൊപ്പം ചേരുന്നത്. എന്തായാലും എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അദ്ദേഹം സംസ്ഥാന അധ്യക്ഷന്റെ കസേരയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം എത്രത്തോളം അദ്ദേഹം ഏകോപിപ്പിക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും അതിൽ ശുഭാപ്തി പ്രതീക്ഷ സംസ്ഥാന നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ആയിക്കോട്ടെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എല്ലാവരും ഏകകണ്ഠേന തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്, നാമനിർദ്ദേശം നൽകാൻ അഭിപ്രായപ്പെട്ടൊരു വ്യക്തിയാണ്. സ്വാഭാവികമായും അദ്ദേഹം ആ ഒരു സ്ഥാനത്തേക്ക്, ആ ഒരു കസേരയിലേക്ക് എത്തുമ്പോൾ അണികളെ ഒത്തുനിർത്തി ഒരുമിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒരു രീതിയിൽ അസ്വാരസ്യങ്ങളും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ സൂചിപ്പിക്കുകയുണ്ടായി. തൊട്ട് മുൻപിൽ മാധ്യമങ്ങളോട് സംസാരിച്ച K സുരേന്ദ്രൻ ആയിക്കോട്ടെ സംസ്ഥാന അധ്യക്ഷനായിക്കോട്ടെ അദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ആണെങ്കിലും കേരളത്തിലെത്തി കേരളത്തിലൊരു അംഗമായി അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ സാധാരണക്കാരുടെ ഇടയിൽ ഒരു അംഗമായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും ബിസിനസ് രംഗത്താണെങ്കിലും മറ്റാളുകളോട് ഇടപഴകുന്ന കാര്യത്തിലായാലും ഒക്കെ ആ ഒരു പ്രവൃത്തി പരിചയം, ഒപ്പം തന്നെ വിദേശത്തുള്ള ആളുകളുമായിട്ടൊക്കെയുള്ള പരിചയങ്ങൾ, അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടി ഇനി അദ്ദേഹം കാഴ്ചവെക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്നാലും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞതുപോലെ ഒരു ഏകകണ്ഠമായി എടുത്ത തീരുമാനം, ഐക്യകണ്ഠേന എടുത്ത തീരുമാനം കൂടിയാണ് സംസ്ഥാന അധ്യക്ഷത്തിന്റെ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം പത്രിക നൽകാൻ രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തത് എന്നുള്ളത്. എന്തായാലും മുൻ കേന്ദ്രമന്ത്രിമാർ, ഒപ്പം തന്നെ നിലവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ളവരുടെ കൈപിടിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ച് സംസ്ഥാന നേതാക്കന്മാരുടെ ഒപ്പമാണ് അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സൂക്ഷ്മ പരിശോധനാ നടപടികൾ പൂർത്തീകരിക്കാൻ. അതിനുശേഷം ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നാളെ രാവിലെയോടുകൂടി ഉണ്ടാകും. എന്തായാലും സംസ്ഥാന കൗൺസിൽ യോഗം അടക്കം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പുതിയ സംസ്ഥാന അധ്യക്ഷനെ കേന്ദ്രമന്ത്രി കൂടിയായ പ്രഹ്ലാദ് ജോഷി പ്രഖ്യാപിക്കുക. ഇന്നത്തെ BJP കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് 3 പ്രധാന നേതാക്കളായിരുന്നു. അതിൽ ആദ്യം BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, പിന്നീട് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, ഏറ്റവും ഒടുവിലായി നമ്മൾ ശാലിനിയുടെ ഈ തത്സമയ റിപ്പോർട്ടിങ്ങിന് തൊട്ട് മുമ്പ് കണ്ടത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പ്രതികരണങ്ങളാണ്. ഇതിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഒരു പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ വീണ്ടും ഓർത്തെടുക്കണം, എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം BJP പുതിയ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തേക്കും, അല്ലെങ്കിൽ BJP നയിക്കാൻ, സംസ്ഥാനത്ത് നയിക്കാൻ പുതിയ അധ്യക്ഷൻ വരും എന്ന വാർത്തകൾ, അഭ്യൂഹങ്ങൾ പരന്നതിന് തൊട്ട് പിന്നാലെ പല മാധ്യമങ്ങളും നിരവധി പേരുകൾ മാറി മാറി നൽകുകയും ഇതെല്ലാം പാർട്ടിയിൽ പോലും ചർച്ചയാവുന്നതിന് മുൻപേ മാധ്യമങ്ങൾ അത് ഊഹിച്ച് എഴുതുകയായിരുന്നു, പ്രചരിപ്പിക്കുകയായിരുന്നു എന്ന രീതിയിൽ അവരിന്ന് പറയുകയുണ്ടായി മാധ്യമങ്ങളോട്. അനു, തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ ഒരു സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പുറത്തു വരുന്നത്. ആ ഒരു വിജ്ഞാപനം വന്നതിന് തൊട്ട് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ ആരാകും, അതിനു മുൻപ് തന്നെ, ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പല മാധ്യമങ്ങളും ചർച്ച ആരംഭിച്ചിരുന്നത്, പല പേരുകൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്ന ഒരു പേരായിരുന്നില്ല പല ഘട്ടങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒക്കെ അറിയുന്ന, വളരെ സീക്രസി സൂക്ഷിച്ചിരുന്ന ഒരു സീക്രട്ട് കാര്യം തന്നെയാണ് ഇന്ന് രാവിലെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം പുറത്തേക്ക് വന്നത് എന്നുള്ളതാണ്. കാരണം അപ്രതീക്ഷിതമായൊരു പ്രഖ്യാപനം, അദ്ദേഹം ഔദ്യോഗികമായൊരു സ്ഥാനത്തേക്ക് എത്തുന്നത് അപ്രതീക്ഷിതമായി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയതും. അത് എത്തിയതും അത്തരത്തിലൊരു അപ്രതീക്ഷിത വാർത്തയായിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, മുൻപ് നമ്മൾ കാണണം തിരുവനന്തപുരത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതും അത്തരത്തിലൊരു അപ്രതീക്ഷിതമായും ക്ലൈമാക്സ് നിറഞ്ഞ വരവുമായിരുന്നു. സ്വാഭാവികമായും അതുപോലെ തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നടപടികളൊക്കെ പൂർത്തീകരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അരമണിക്കൂർ മാത്രമേ ഉള്ളൂ സൂക്ഷ്മ പരിശോധന ആരംഭിക്കാൻ. ആ ഒരു സൂക്ഷ്മ പരിശോധന നടപടികൾ പൂർത്തിയാക്കി, എല്ലാ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പൂർത്തിയാക്കി, നടപടികൾ പൂർത്തിയാക്കി നാളെ രാവിലെയോടുകൂടി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് സംസ്ഥാന BJP നേതൃത്വം. അണികൾ വലിയ രീതിയിലുള്ള ആവേശം നിലവിൽ ഈ പ്രവർത്തകർക്കിടയിൽ ഇദ്ദേഹത്തിന്റെ വരവോടുകൂടി ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതേ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ വരും മണിക്കൂറിലും അണികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്.